ഹായ് ഹലോ വെൽക്കം ടു റീംസ് വ്ളോഗ്സ്. ഇന്ന് നമുക്ക് കുറച്ച് ഗോൾഡ് ഓർണമെൻറ്റ്സ് കണ്ടാലോ. ഇത് നമ്മുടെ ചാലക്കുടി മെയിൻ റോഡിലുള്ള ലക്ഷ്മി ജ്വല്ലറിയിലുള്ള കുറച്ച് കളക്ഷൻസ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. അതിൽ കുറച്ച് ഞാൻ സെലക്റ്റഡ് ആയിട്ട് എനിക്കിഷ്ടമുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ കാണുന്നതൊക്കെ കേരള സ്റ്റൈലിലുള്ള ആഭരണങ്ങളാട്ടോ. പൊതുവേ കേരള സ്റ്റൈലിലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കുറവാണ് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാ തരങ്ങളും ഉണ്ട്. ഇളക്കത്താലി തുടങ്ങിയിട്ട് മുല്ലമുട്ടുമാല, മാങ്ങാമാല, നാഗപടം, അങ്ങനത്തെ എല്ലാ മോഡലും ഉണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ള ടൈപ്പുകൾ അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അടിയിൽ കാണുന്നത് ഈ കൈമൈലാഞ്ചി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ. അതെനിക്ക് തോന്നുന്നു മുസ്ലിംസാന്ന് തോന്നുന്നുണ്ട് കൂടുതൽ യൂസ് ചെയ്യണത്. പിന്നെ ഇതൊക്കെ ലക്ഷ്മി ദേവീനെ കൊത്തി വെച്ചിട്ടുള്ള നമ്മുടെ ചെട്ടിനാട് കളക്ഷൻസിൽ വരുന്ന പുതിയ മോഡൽ ആഭരണങ്ങളാട്ടോ. ഈ കാശിമാല ഒരു ഏകദേശം ഒരു 13 പവൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി എന്തൊരു ഫിനിഷിങ്ങിൽ അതൊക്കെ ക്രാഫ്റ്റ് ചെയ്തേക്കണേന്ന്. ആ കാശിമാല ശരിക്കും എനിക്കിതിൽ കാണിക്കാൻ പറ്റുന്നില്ല, അത്രയും ഭംഗിയുണ്ട് അതിൻ്റെ ആ കളറും എല്ലാം. പിന്നെ ഇതൊരു വലിയൊരു ചോക്കർ. പിന്നെ ഇത് നോക്കിയാൽ ഇതൊരു ശ്രീരാമ പട്ടാഭിഷേകം കൊത്തിവെച്ചേക്കുന്ന ഒരു ലോക്കറ്റ്. പിന്നെ അതിൻ്റെ അടിയിൽ വലിയൊരു മാല, ഒരു 4-മത്തെ മാലയോ 3-മത്തെ മാലയൊക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന സാരി മാലയാട്ടോ അത്. അപ്പോൾ അത് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ബ്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലകൾ എണ്ണം കുറവൊക്കെ അല്ലേ യൂസ് ചെയ്യണേ. അപ്പോൾ ഒരു 3 മാലയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുപോലെ അവർ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഇത് നോക്കിയേ, രാമൻ്റെയും സീതയുടെയും അത് കുത്തി വെച്ചേക്കണത്. പിന്നെ ഈ ഒരു മാല ഞാൻ മുന്നൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അത് ഈ പറഞ്ഞോണം ഇതിൽ കാണിക്കുമ്പോൾ അത്രയും ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറിജിനലി കാണുമ്പോൾ നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ഇതേ 2-3 സെറ്റുകൾ അവർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണത്. പിന്നെ അതേ ഈ ഒരു മാല, ഈ വൈറ്റ് ഷുഗർ ബീഡിൻ്റെ മാല നോക്കി, ഒരു 10-20 വർഷം മുന്നേ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ ഇങ്ങനത്തെ ഒരു മാല ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോക്കറ്റ് അന്ന് ഇങ്ങനത്തെ ഇറങ്ങി തുടങ്ങിയിട്ടില്ല കേട്ടോ, ചെട്ടിനാടൊന്നും. ലോക്കറ്റ് വേറൊരു ടൈപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ തിരിച്ചു വന്നു. അന്ന് ഇങ്ങനെ ഒരു ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ഈ ഷുഗർ ബീഡ് എൻ്റെ ആ മാല മാറ്റി മാറ്റി നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മോഡലായിരുന്നു ഇറങ്ങിയിരുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയേ, ഇതിൽ ഏറ്റവും മുകളിലത്തെ നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു മാലയും പിന്നെ ഒക്കെ ട്രഡീഷണൽ ചെട്ടിനാടാണ് വരുന്നത് കേട്ടോ. പിന്നെ ഈ 3-മത്തെ മാല നോക്കിയാൽ ഒരു ഗണപതിയുടെ മാല, അത് നല്ല ഭംഗിയുണ്ട് കണ്ടോ. പിന്നെ അടുത്തതും അങ്ങനെ തന്നെ ഉള്ള സൈഡിൽ ലക്ഷ്മി ദേവിയൊക്കെയുള്ള ഒരു മാല. അപ്പോൾ അതിൻ്റെ വെയിറ്റൊന്നും ഞാനത് സ്പെസിഫിക് ആയിട്ട് പറയണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാമല്ലോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നോക്കിയേ, ഇതൊരു 3.5 പവനം കണ്ട കേട്ടോ, ഒരു താലിക്കൂട്ടം. ഇത് ഈ നമ്പൂതിരി അവരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള എന്തോ ട്രഡീഷണൽ ആഭരണം അത്. പിന്നെ ഇത് നോക്കിയേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാല കാണുന്നത്. അത് ശരിക്കും ഒരു ത്രെഡിൽ കോർത്തിട്ട് വെക്കാം കേട്ടോ. എനിക്ക് ഒരു 4.5 പവൻ കണ്ട പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ വെയിറ്റ്. കൃത്യമായിട്ട് ഞാൻ ഓർക്കണില്ല. പക്ഷെ അത് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു സാധനം. പിന്നെ ഇത് അവരുടെ ഒരു വേദ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അതിൽ വരുന്നത്, അതേ പേസ്റ്റൽ ഷെയ്ഡിൻ്റെ കുറച്ച് ബീഡൊക്കെ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആൻറ്റിക്കിൻ്റെ ഒക്കെ മാലകളില്ലേ, അപ്പോൾ അതിനും ആ വേദ കളക്ഷൻസിൻ്റെ മാലയ്ക്കൊക്കെ മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡ് പോലത്തെ വേണമെങ്കിൽ ഇതേ ഇങ്ങനത്തെ കുറച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് സെയിം സ്റ്റഡുകൾ ഉണ്ട് ആ മാലയ്ക്ക് ഇണങ്ങണത്. അപ്പോൾ ഇതല്ല കേട്ടോ, കുറച്ചും കൂടി കളക്ഷൻസൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതേ നോക്കിയേ, ഇത് ഞാൻ ഇങ്ങനെ ക്ലോസപ്പായിട്ട് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഹാങ്ങിങ് പോലത്തെയൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ ഇത് ഭയങ്കര ഒരു എലഗൻ്റ് ലുക്കില്ലേ, മുകളിലൊരു മോഡേൺ ലുക്കും അടിയിൽ ട്രഡീഷണൽ ജിംക്കിയൊക്കെ ആയിട്ട് നല്ലൊരു രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ ഇത് നോക്കിയാൽ ഇതൊരു വെറൈറ്റി ജിംക്കാട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു തിരിച്ചിടണ ഒരു സാധനം. അപ്പോൾ അത് നല്ല ഉറപ്പുണ്ടാവും കേട്ടോ. സാധാരണ നമ്മൾ ഈ കമ്മലൊക്കെ വാങ്ങിക്കുമ്പോൾ ഏറ്റവും പ്രശ്നം ആ ബാക്കിൽ തിരിപ്പല്ലേ, ലൂസായി പോയിട്ട് പ്രശ്നം വരും. പിന്നെ ഇത് നോക്കിയേ, ഒരു കാശ് മാലയ്ക്കൊക്കെ അങ്ങനെ മാച്ചായിട്ടുള്ള ഒരു കമ്മൽ, റൂബിയൊക്കെ വെച്ചിട്ട് നല്ല, അതിങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ് ഭംഗി. പിന്നെ ഇത് നോക്കിയേ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ശരിക്കും പറഞ്ഞാലേ ഒരു മോതിരം കേട്ടോ. ഞാനും അത് അവിടെ അങ്ങനെ ഡിസ്പ്ലേ കണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി എടുപ്പിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ആ വിരലിലല്ല കേട്ടോ കറക്റ്റ് പാകം. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ വിരലിലേക്ക് ഇട്ട് കാണിക്കാം. ഒരു വെറൈറ്റിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഈ ജിംക്കി നോക്കിയാൽ നല്ല കോറലിൻ്റെ ജിംക്കി കേട്ടോ. നല്ലൊരു കളറ് ആ കോറലിൻ്റെ ബീഡ് വരുന്നത്. അത് ഏകദേശം ഒരു 3 പവനിൽ താഴെയൊക്കെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതും എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു ഭംഗിയുള്ളൊരു കളറും ഒരുവിധം എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം മാച്ചായിപ്പോയി. ഇപ്പോൾ ആ മാലയ്ക്കൊക്കെ കണ്ട 2-മത്തെ മാലയ്ക്ക് ഏകദേശം നല്ല മാച്ചായിട്ട് വരും അത്. പിന്നെ അതേ ഒരു പച്ച കളറ് ഉള്ള ജിംക്കി, അത് നല്ല ഷൈനിങ് ഉള്ളൊരു സൈസ് ബീഡായിരുന്നു കേട്ടോ. അതും നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ജിംക്കിയൊക്കെ. പിന്നെ ഇതേ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡൽ, റോളക്സ് കളക്ഷൻ അങ്ങനെ എന്തോ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടോ. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല.
അപ്പോൾ അത് പിന്നെ ഇത് നോക്കിയാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നഗാസ് കളക്ഷൻസ് ആട്ടോ. ഇതൊരു 1.25 പവനേ ഉള്ളൂ, 2 പവനിൽ താഴെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കണ്ട. പിന്നെ ഇത് നോക്കിയാൽ ഇതൊരു പെൻഡൻറ്റ് വരുന്ന ടൈപ്പ്, കൃഷ്ണനും രാധയും. ഒരു 25 ഗ്രാമോ അങ്ങനെ എങ്ങാണ്ടാണ് തൂക്കം വരുന്നത്. അതും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു മാല ഇട്ടാൽ മതി, നല്ല ലുക്ക് കിട്ടും നമുക്ക് കിട്ടാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാല കേട്ടോ. പണ്ടത്തെ ഈ കുരുമുളക് മാല എന്നൊക്കെ പറയില്ലേ, ആ ഒരു മാലേനെ തന്നെ പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തേക്കുന്ന ഒരു ടൈപ്പ്. അതെനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമായി, കാരണം സിമ്പിളുമാണ് പക്ഷേ ഭയങ്കര ലുക്കും കിട്ടുന്ന ഒരു മാല. ഞങ്ങളിങ്ങനെ അതൊക്കെ എടുത്തൊക്കെ നോക്കി. പിന്നെ ഞാൻ ജസ്റ്റ് അതൊന്ന് വെച്ച് നോക്കിയിട്ട് എനിക്ക് അത്രയും ഇങ്ങനെ ഇഷ്ടമായത് കാരണം വെറുതെ എടുത്ത് വെച്ച് നോക്കിയത്. അപ്പോൾ പാറു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ സ്റ്റക്കായി നിൽക്കണേ കേട്ടോ. അപ്പോൾ അവൾ വീഡിയോ എടുത്തതെന്ന് പിന്നെ മനസ്സിലായി. പിന്നെ ഇതൊരു കാശിമാല കേട്ടോ. അതും നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു കാശിമാല. അതിൽ കുറച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള ബീഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതും നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ ഇത് നോക്കിയേ, ഇത് ദേവിയുടെ ഒരു ഇത് ഇടയിൽ വരുന്നതും പിന്നെ കുറച്ച് ഇങ്ങനെ ഗുങ്കുരു പേൾസൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനം. അപ്പം അതിൻ്റെ വെയിറ്റ് ഇത് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു 31 ഗ്രാം കണ്ടാണ് വരിക ഈ പേളും സ്റ്റോണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതും നല്ലൊരു വെറൈറ്റി. പിന്നെ അതേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് വെറൈറ്റി ജിംക്കികളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ മാലയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് അതിന് മാച്ചിങ് ആയിട്ടുള്ള ജിംക്കീസും സെലക്ട് ചെയ്ത് അങ്ങ് എടുക്കാൻ. കണ്ട അതേ കുറേ ഉണ്ട്. പിന്നെ ഇതിലൊരു മറ്റേ കേരള സ്റ്റൈലിലുള്ള ജിംക്കികൾ വേറെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ചെട്ടിനാട് ആൻറ്റിക്കിൽ വരുന്നതാണ്. പിന്നെ ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് നെക്ലേസസ് കേട്ടോ. അതെല്ലാം ഒരു പവനിൽ താഴേക്കേ ഉള്ളൂ, ഒരുപാടുണ്ട് അത്. ഇപ്പോൾ അവർ കുറച്ച് ഡിസ്പ്ലേ അവിടെ ചെയ്തിട്ടുള്ളൂ. ആ ഡിസ്പ്ലേ ആണ് ഞാൻ പിന്നെ അങ്ങനെ കാണിച്ചത് കേട്ടോ. പിന്നെ എടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. പിന്നെ അതിൽ ഇതേ 3 ലെയറുള്ളതുണ്ട്, 2 ലെയറുള്ള മാലകളുണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയിറ്റിൽ. പിന്നെ ഇതെല്ലാം 916 വരുന്ന ലൈറ്റ് വെയിറ്റ് ആട്ടോ. പിന്നെ അതേ കുറച്ച് ആൻറ്റിക്കിൻ്റെ വളകൾ, വളരെ കുറച്ച് ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. അതും ഈ നേരത്തെ കാണിച്ച അതിന് മാച്ചിങ് ആയിട്ടുള്ള വളകളൊക്കെ അതിലുണ്ട്. അപ്പോൾ നമുക്ക് ആ മാല എടുക്കുകയാണെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ട് കമ്മൽ, വള, മോതിരങ്ങളും ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നുണ്ട്. അതിന് മാച്ചിങ് ആയിട്ടുള്ള മോതിരങ്ങളുണ്ട്, ഒരു 4 ഗ്രാം ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നത്. കണ്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള നഗാസിൻ്റെയൊക്കെ വളകൾ ഒരു 3.5 പവൻ 4 പവനിൽ താഴെയൊക്കെ തന്നെയാണ് മിക്കതും ഉള്ളത് കേട്ടോ. സ്റ്റോൺ ഉള്ളത് പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു സൈസ് കാശിമാല വേറെ ടൈപ്പ്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഓർണമെൻറ്റ്. പിന്നെ ഈ മിഡിലിൽ കിടക്കുന്നത് രാജ്കോട്ട് ഡിസൈനിലുള്ള മാലയാട്ടോ, ഒരു 4 ലെയർ. അതും നല്ല ഭംഗിയുണ്ട്, അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് അധികം മോതിരത്തിൻ്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഏതാ ഭംഗിയെന്ന് ഒരു പിടിയില്ല. അതുപോലെ എല്ലാം ഒന്നിനൊന്ന് ഭംഗിയുള്ള മോതിരങ്ങൾ കിട്ടും. അപ്പോൾ അതെല്ലാം ഒരു 4 ഗ്രാം ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ വരുന്നതാണ്. മിക്കതും ഒരു 1.5 ഗ്രാം 2 ഗ്രാമിലൊക്കെ ഉള്ളതാട്ടോ. എന്നാൽ അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ തൊടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇതായി പോവില്ല, ഞെളങ്ങിയൊന്നും പോവില്ല. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മോതിരങ്ങൾ തന്നെയാണ് മിക്കതും. അതും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് കുറച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പലതരം സ്റ്റോൺസ് ഉള്ളത്, വൈറ്റ് സ്റ്റോൺ, റെഡ്, പിങ്ക് ഒക്കെ വെച്ചിട്ടുള്ള ടൈപ്പ്. ദേ ഇത് കണ്ട, ഇത് എന്തോ അക്വ കളക്ഷൻസ് എന്നാണ് കണ്ട പറഞ്ഞ കേട്ടോ. പലതരം കളറുള്ള പേള്, ബീഡ് അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുള്ളത്. അത് നല്ല ഭംഗിയുണ്ട്, പല പല ഡിസൈനുകളിൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു നമ്മൾ ആ ബ്ലാക്ക് ഒക്കെ മിക്കതും ഇങ്ങനെ കണ്ട് പരിചയമുള്ളൊരു മോതിരം. അപ്പോൾ അതിൻ്റെ മാലയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പിന്നെ അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. മോതിരങ്ങളെല്ലാം ഒന്നിനൊന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഏതാ ഇട്ട് നോക്കണ്ടേന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല. കണ്ട ചിലതൊക്കെ ഇങ്ങനെ നല്ല ഡയമണ്ട് സെറ്റിങ് പോലത്തെ മോതിരങ്ങൾ ഉണ്ടായിരുന്നു. അതെന്തോ സിലിക്കോൺ സ്റ്റോൺ എന്നാണ് കണ്ട പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ബട്ടർഫ്ലൈ നോക്കിയ ഒരു ഗ്രീൻ കളർ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് ഈ മോതിരം കണ്ട, അത് ഒറ്റൊരു മോതിരം കേട്ടോ. മുന്നേ നമുക്ക് ഇങ്ങനത്തെ മോതിരം പണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 3 എണ്ണം അങ്ങനെ ഒന്നിച്ചിടുന്ന ടൈപ്പൊക്കെ. പിന്നെ ഇത് വേറൊരു എന്തോ എഴുത്തൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു മോതിരം കണ്ട, ഇത് 3 എണ്ണം കേട്ടോ. എന്നിട്ട് അത് ഒറ്റ മോതിരമായിട്ട് നമുക്ക് ഇടാം, 3 എണ്ണമായിട്ടും ഇടാം. അത് നല്ല രസം. ആ കളറ് കണ്ട, അപ്പോൾ ഒരു പ്രത്യേക ഒരു കളറൊക്കെ ഉണ്ട് അതിന്.
പിന്നെ ഇത് കണ്ടത് അതൊരു ക്രൗൺ പോലത്തെ, അത് സ്റ്റോൺ നല്ല ഷൈനിങ് ഉള്ള സ്റ്റോൺ കേട്ടോ, പെട്ടെന്ന് കണ്ട ഡയമണ്ട് അല്ല എന്നാരും പറയില്ല, അങ്ങനത്തെ ഒരു സ്റ്റോണൊക്കെ ഉള്ളത്. പിന്നെ ഇതൊരു പിങ്ക് കളർ ഒരു ഫ്ലവറിൻ്റെ, ഇതിൻ്റെയൊക്കെ തന്നെ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ മാച്ചിങ് ആയിട്ട്. പിന്നെ ലോക്കറ്റൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ ഇത് നേരത്തെ നമ്മൾ ആ ബ്ലാക്ക് കണ്ടതിൻ്റെ വേറൊരു കളറ്, അതൊരു സ്പെഷ്യൽ കളറ്. ഇങ്ങനത്തെയൊക്കെ കളേഴ്സ് നമുക്കിങ്ങനെ റയറായിട്ടല്ലേ മോതിരത്തിലൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോതിരം ഞാൻ കണ്ടത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട ഒരു പീക്കോക്കിൻ്റെ എന്തൊരു ഭംഗിയാലേ കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മോതിരം കാണണേട്ടാ, ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ അങ്ങനത്തെ തന്നെ വേറൊരു ചെറിയ പീക്കോക്കിൻ്റെ 2 മോതിരം കണ്ട, അതിങ്ങനെ ഇനാമൽ വർക്കാന്ന് തോന്നുന്നുണ്ട്, പല കളറ് അതിലിങ്ങനെ ഉണ്ട്. അതും നല്ല ഭംഗിയുണ്ട്, കുട്ടികൾക്കൊക്കെ നല്ല രസമുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ തോന്നുന്നു. പിന്നെ ഇത് കണ്ട ജെൻസിൻ്റെ തിരുപ്പതി ഭഗവാനും ആമ മോതിരമൊക്കെ, അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് നവരത്ന മോതിരം പോലെയൊക്കെ തോന്നിക്കണ പല കളറ് കല്ലുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു മോതിരം, എനിക്ക് തോന്നുന്നു 2 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ കൂടി കഴിഞ്ഞാൽ. പിന്നെ ഇത് ജെൻസിൻ്റെ മോതിരമായിട്ടാണ്, നോക്കിയൊരു സിംഹത്തിൻ്റെ തലയും പിന്നെ തിരുപ്പതി ഭഗവാൻ്റെയൊക്കെ അതും ഭംഗിയുണ്ട്. പിന്നെ ഇതൊരു വങ്കിയുടെ മോതിരം, ഇത് പക്ഷെ ആരും അങ്ങനെ ഇട്ടൊന്നും കണ്ടിട്ടില്ല, പക്ഷെ കാണുമ്പോൾ നല്ല രസമുണ്ട്, ഒരു വെറൈറ്റി സാധനം. പിന്നെ ഇതൊരു ബട്ടർഫ്ലൈയുടെ, ഇതിൻ്റെ മാല കമ്മൽ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതിപ്പോൾ എവർ ടൈം ഹിറ്റായിട്ടുള്ള നമ്മുടെ ആനവാലിൻ്റെ മോതിരം, അത് പല മോഡലിൽ വെയ്റ്റിൽ അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മോതിരങ്ങൾ ഇത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് കുറേ ഇങ്ങനെ കണ്ടിട്ട് ഏതൊക്കെ ഇട്ട് കാണിക്കേണ്ടതെന്നൊന്നും ഒരു പിടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ എടുത്തെടുത്ത് എനിക്ക് അങ്ങനെ കുറേ ആയിപ്പോയി. ഇതേ ഒരു ഈവിളായിട്ട്, ഇതും ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ, ഇതിൻ്റെ ലോക്കറ്റൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെയും അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, എനിക്ക് നോക്കിയിട്ട് ഇങ്ങനെ മതിയാവുന്നുണ്ടായിരുന്നില്ല, നല്ല മോഡലുകൾ. പിന്നെ വെഡ്ഡിങ്ങിൻ്റെ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും പിന്നെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും അങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ കുറേ പ്ലാനുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ മാനേജറായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരെല്ലാം നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ. കാരണം ഞാനൊരു ഇത്രയും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെ അതെല്ലാം എടുത്ത് തന്നെ കാണിച്ചൊക്കെ തന്നു. അപ്പോൾ എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു, അയ്യോ വീഡിയോ എടുക്കാൻ വേണ്ടി അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ. പക്ഷെ അവർ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു പെയ്ഡ് പ്രമോഷനൊന്നുമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ ഒരു സിമ്പിളായിട്ടൊരു സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ഇങ്ങനെ ഗോൾഡൊക്കെ കണ്ട്, നമ്മൾ പെണ്ണുങ്ങളല്ലേ എവിടെ പോയാലും ഇങ്ങനത്തെ ഗോൾഡൊക്കെ കാണുമ്പോൾ നമ്മൾ തലയും കുത്തി വീഴില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് തോന്നിയിട്ട് അങ്ങനെ എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഇതുകളൊക്കെ എടുത്ത് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, ട്രഡീഷണൽ മുല്ലമുട്ടുമാലയൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് അതും മറന്നു പോവല്ലേ.